അപ്പോൾ നിങ്ങൾക്കൊരു ഉദ്ദേശം ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി ഒരു വിദേശയാത്രക്ക് ഒരുങ്ങുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ നാട് വയനാടാണ്. വയനാട് നിന്ന് ബസ് വഴി വെളുപ്പിന് ഇറങ്ങിയതാണ്. ഈ സമയമായി നമ്മുടെ ഇവിടെ എത്തിയപ്പോൾ 9, 10, 11, 12 പറയുന്നത് അഡോളസൻസ് ഏജാണ്. നല്ല എനർജി ഉള്ള സമയമാണ്. പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയാ, നമ്മളെ പറ്റിയും ചുറ്റുപാടും ഭയങ്കരമായിട്ട് ചിന്തിക്കുകയും സംസാരിക്കുകയും അല്ലെങ്കിൽ ആലോചിക്കുകയും ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യും. അല്ല, അങ്ങനെ തന്നെ അല്ല മനുഷ്യന്മാരൊക്കെ അങ്ങനെ. അതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അവെയർ ആയിരിക്കണം. ഇപ്പം ഞാൻ ഈ ഏജിൽ കൂടെ കടന്നു പോകുന്നത് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും. കിട്ടിയെങ്കിൽ എനിക്ക് ക്ലാസ് ഇപ്പാണ് പള്ളിപ്പാടായത്. അപ്പൊ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഒരു സ്കെലിറ്റൺ എന്താണെന്ന് വെച്ചാൽ 21st century സ്കില്ലിൽ കൂടെ പോകാം. എന്നാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യണം. നമ്മൾ മനസ്സിലാക്കിയത് എല്ലാ മനുഷ്യന്മാർക്കും എടുക്കാം. ഈ സൈഡിലാണ് ബോയ്സിന് എടുക്കാം. നിങ്ങൾക്ക് ഗേൾസ് തന്നെ ആവണമെന്നില്ല. കയ്യിൽ കിട്ടുന്ന ബോൾ എടുക്കാം, എറിയാം. ഒറ്റ കണ്ടീഷനുള്ളൂ, ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കെട്ടിപ്പിട്ടാൻ പാടില്ല. ഈ ഒരു സർക്കിൾ ഇങ്ങനെ കീപ്പ് ചെയ്യണം. ഇത് ക്രോസ് ചെയ്താൽ ഞാൻ മാർക്ക് നെഗറ്റീവ് ആവും. റെഡിയാണല്ലോ? അപ്പൊ ആരാണ് ഇതിന്റെ ഉള്ളിൽ ഓടാൻ സംഭവമൊന്നുമില്ല. വളരെ സീരിയസ് ജയൻ സ്റ്റൈൽ ആവരുത്, മോഹൻലാൽ സ്റ്റൈലൊക്കെ വരണം. ഓക്കെ, അപ്പൊ ഷഹാന ഡാൻസ് റെഡിയല്ലേ? നമ്മൾ പാട്ട് ഇതെല്ലാം ശരിയാണ്. റെഡിയാണല്ലോ? പാട്ട് റെഡിയാണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ഓക്കെ നെക്സ്റ്റ് മറിയം. എന്താണ് മറിയം? ഒറ്റ പേര് വിളിച്ചത്. ഓക്കെ, റൈറ്റിംഗ് സ്കിൽ ഉണ്ട്. കഥ എഴുതും. പിന്നെ മറിയം പാടും. ഷഹാന ചെയ്യും, ഡാൻസ് ചെയ്യും. ഷഹാന ഡാൻസറാണ്, മറിയം സിംഗറാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതെന്നെ പഠിക്കുന്ന പരിപാടിയാണല്ലോ. എല്ലാവരും റൈറ്റിംഗിലേക്ക് വന്നിട്ടുള്ള നമ്മളൊന്ന് ഗ്രൂപ്പ് ഡാൻസ് കളിച്ചിട്ട് ഐഷ പറഞ്ഞ സംഗതി ഇപ്പൊ എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. കാരണം ഫ്യൂച്ചർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സ്കിൽ. നമ്മൾ വരാൻ പോകണ്ടല്ലോ. പക്ഷെ ഇത് അങ്ങോന്നുകൊണ്ടാണ് ആപ്രിസിയേഷൻ കൊടുത്തോണ്ടല്ല പറയാം. കാരണം നമ്മള് ഇങ്ങനെ മുതൽ ഒരാൾ ചോദിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. ഡാൻസ് ഒരു കാര്യം ആണോ? എക്സർസൈസ് ചെയ്ത ഡാൻസ് ആയില്ലേ? ഇപ്പൊ സുംബയാണ് ഇപ്പൊ കാലം അല്ലേ? പാട്ട് പാടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ചുമ്മാ പാട്ട്. അപ്പൊ ഇതാണ് ഞാൻ ഈ ആൻസർ ഇതുവരെ കാതോട്ടത്. എന്തും ചെയ്യും, നമ്മൾ ചന്ദ് അതാണല്ലേ. ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്. പിന്നെ പ്രസംഗം പറയാൻ ഇഷ്ടമാണ്. ഐ മീൻ പെട്ടെന്നൊരു വിഷയം തന്നാൽ പറയാൻ ബുദ്ധിമുട്ടാണ്. തോന്നൊക്കെ ഞങ്ങൾക്ക് ഇവിടെ പേടിയാണ്. ഞങ്ങളിങ്ങനെ പേടിച്ചിട്ടാണ് കുറെ ആൾക്കാർ ഇങ്ങനെ ചെയ്യാത്ത ഒരു കാര്യം പറയാൻ വേണ്ടി റിസർച്ച് എടുത്തിരുന്നതാണ്. ഞാൻ ഇവിടെ പോയി കൊടുക്കുന്നത്. ഞങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്യും. ഏജ് കൊണ്ട് ന്യൂസ് അല്ലേ 2K കിഡ്സ് ആണ്. പക്ഷെ ആലോചിച്ച് നോക്കാൻ പറയാൻ പറ്റുന്നുള്ള ചോദ്യം വരുന്നുണ്ട് അല്ലേ? നമ്മൾ സാധാരണ പറയാറ് തന്തവൈബാണ്. നിങ്ങൾ തന്തവൈബാണ്. അപ്പൊ നിങ്ങൾ ആക്ച്വലി ആരാണ്? തന്തവൈബും അല്ല, ന്യൂജനും അല്ല. അപ്പൊ എന്താണ് പറയൂ? എന്തെങ്കിലും ആൻസർ ഉണ്ടോ? ഒരാൻസറും ഇല്ല. കംപ്ലീറ്റ് എങ്ങോട്ടാണ് ഒരു അലൈൻമെന്റ് ഉള്ളത്?
ചന്ദ്രവൈദ്യയിലേക്കാണോ അതോ ന്യൂജനിലേക്കാണോ? ചന്ദ്രവൈദ്യയിലേക്കാണ്. ന്യൂജനിലേക്ക് അലൈൻമെന്റുകൾ ആരെങ്കിലും ഉണ്ടോ? ചെറിയ സൈൻ. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, എഴുതി വെക്കണം. ഒന്ന്, കാലത്തില് കരിയർ, എഡ്യൂക്കേഷൻ, ടെക്നോളജി മാറിക്കൊണ്ടിരിക്കണം. വാട്ട് ആർ ദി തിങ്സ് ചേഞ്ചിങ്? റൈറ്റ്? കരിയർ, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. അത് നോക്കിയാൽ മതി. കാരണം നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു തയ്യാറെടുപ്പിന് ആവശ്യം. കരിയർ, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി ചേഞ്ചിങ്. ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കുമ്പോൾ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരില്ല. കാരണം ജോലിയൊക്കെ കിട്ടിയിരുന്നു. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാർക്കിനനുസരിച്ച് ജോലി കിട്ടിയിരുന്നു. ഇപ്പൊ കിട്ടുമോ? മാർക്ക് മാത്രമുള്ള ആർക്കും ജോലി കിട്ടുമ്പോൾ എങ്ങനത്തെ ആളുകൾക്ക് ജോലി കിട്ടാം? ഇപ്പൊ സ്കില്ല് വേണം. അപ്പൊ എഴുതി വെക്കണം, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് 4 സംഗതികൾ. ഒന്ന്, നിങ്ങളുടെ പാഷനാണ്. അപ്പൊ നിങ്ങളുടെ പാഷൻ കണ്ടെത്തിയില്ലോ എന്നുള്ളതാണ് നമ്മുടെ ടെസ്റ്റിന്റെ ഭാഗമായിട്ട് എന്റെ അടുത്ത് നിങ്ങൾ പറയണേ, മൈക്ക് പാസ് ചെയ്യും. രണ്ടാമത്തെ നിങ്ങളുടെ സ്കില്ലാണ്. സ്കിൽ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സ്കിൽ എന്ന് തന്നെ എഴുതണം. ഒറ്റ സ്കില്ലൊന്നും പോരാ, മൾട്ടിപ്പിൾ സ്കിൽസ് വേണം. പാഷൻ, മൾട്ടിപ്പിൾ സ്കിൽസ്. പിന്നെ നിങ്ങൾ എത്ര എഫേർട്ട് അതിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും, ഏത് ഏരിയ ആയാലും എത്ര എഫേർട്ട് കിട്ടും അതിലേക്ക് എന്നുള്ളത്. നാലാമത്തത് നമ്മളുടെ ഫൈനാൻഷ്യൽ ഹെൽത്താണ്. അത് നമ്മുടെ ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. പറഞ്ഞ പോയിന്റുകൾ കറക്റ്റാണല്ലോ. ചേഞ്ചിന്റെ കാര്യം പറഞ്ഞു, അതിന്റെ കോഴ്സ് പറഞ്ഞു, നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും പ്ലാൻ ചെയ്യണമെന്നുള്ള പറഞ്ഞു. ഈ പാഷനാണ് നമ്മൾ ഫസ്റ്റ്. നിങ്ങൾ എല്ലാവരും ടെസ്റ്റ് നടത്തിയായിരുന്നു, ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പാഷൻ കിട്ടിയോ? ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ കിട്ടിയില്ലേ? ഞാൻ പാസ് ചെയ്യാം. നിങ്ങളുടെ പാഷൻ, അതിൽ കരിയർ പ്ലസ് ഉണ്ടാവും, മേജർ പ്ലസ് കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഈ 4 മസ്റ്റാണ്. ഇതിപ്പോ എന്തൊക്കെ നടക്കുന്നത് നിങ്ങൾ തിരിച്ചു പറഞ്ഞതേ. ഞാൻ നിങ്ങളുടെ കയ്യിൽ മൈക്ക് തരും. ഈ ഗെയിം കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് പറയും എന്തൊക്കെ ഇവിടെ നടന്നു. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. മിക്സ് ചെയ്ത് 2 സംഗതികൾ എഴുതി വെക്കണം. നിങ്ങൾ റൂമിൽ ഇങ്ങനെ വലിയ വരിയിൽ എഴുതി വെക്കണം. ഒന്ന് എനർജിയാണ്, രണ്ടാമത്തെ എക്സ്പീരിയൻസ്. ഇത് രണ്ടും ബ്ലെൻഡ് ചെയ്തായിരിക്കും നമ്മൾ മുന്നോട്ട് പോകണം. എവിടുന്ന എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാം? ഫേസ് ചെയ്യാൻ പോകുന്നത് ഖെയോസ് ആണ്. ഖെയോസ് അതായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചേഞ്ചസ് വരുമ്പോൾ ഉണ്ടാകുന്ന സമയത്ത് എന്താ? ഖെയോസ് ആണ് അല്ലേ? ഈ ഖെയോസിനെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഡാൻസ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മളെ മനസ്സിൽ ഇപ്പൊ തന്നെ ആലോചിക്കണം, എനിക്ക് ലൈഫിൽ ഫെയിലിയർ ഉണ്ടാവും, ഞാൻ ഡാൻസ് ചെയ്യും, ഞാൻ പാട്ട് പാടും, ഞാൻ കറങ്ങാൻ പോകും, ഞാൻ ബ്രേക്ക് എടുക്കും, ഞാൻ സ്കില്ലപ്പ് ചെയ്യും എന്ന് തീരുമാനിക്കാം. ക്ലിയർ? ആ കഴിവുള്ള ആള് ജീവിതത്തിൽ ഫെയിലാവും. പരീക്ഷയിൽ ഫെയിലായാലും ലൈഫിൽ വിജയിക്കും. വരെ ആത്മഹത്യ നമുക്ക് കണ്ടില്ലേ? അത് ഈ പ്രശ്നം കൊണ്ടാണ്. ഫെയിലിയർ മാനേജ്മെന്റ് ഇത് ലൈഫിൽ ആവശ്യമാണ്, നമ്മുടെ ഫാമിലി ലൈഫിൽ ആവശ്യമാണ്, സോഷ്യൽ ലൈഫിൽ ആവശ്യമാണ് ഫെയിലിയർ മാനേജ്മെന്റ്. ക്ലിയർ? ഒന്ന് ട്രൈ ചെയ്തോ. ഒരു ചെറിയ മത്സരം വെച്ചോക്കാം. മത്സരം നിങ്ങൾക്ക് ഒരു ഒറ്റ ചേര വിടുള്ളൂ. 2 ടീമിന് വിടുന്നുണ്ട്. മത്സരമാണ്, ഹ്യൂമൻ കോമ്പറ്റീഷൻ നടത്താൻ പോകുന്നത്. എന്താ? 1 2 3 സ്റ്റാർട്ട്. കമോൺ എല്ലാവരും ക്രോസ് ചെയ്യണം. എല്ലാവരും ക്രോസ് ചെയ്യണം. കമോൺ 1 2 3 4 5 6 7 8 9. കേൾക്കുമ്പോഴുള്ള സംഗതി ഉണ്ടല്ലോ. ഞാൻ തോറ്റു, ഞാൻ എന്റെ എക്സാം തോറ്റു, SLC പപ്പര പറഞ്ഞ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നമ്മളെന്താ പറഞ്ഞത്? തോറ്റത് അറിഞ്ഞു ഡാൻസ് കളിക്കും, പാട്ട് പാടും, അടിച്ചുപൊളി, വൈബാക്കും പറയല്ലോ. വീട്ടിലിങ്ങനെ വന്നിട്ടുണ്ട്, ചിങ്കി ചെയ്യാം. റെഡിയല്ലേ? അതിൽ മത്സരമുണ്ടെങ്കിൽ നമ്മൾ എക്സാം ഒക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യും. ഫെയിലിയർ മാനേജ്മെന്റ് നിങ്ങൾ അതിൽ എഴുതി വെക്കണം. അപ്പൊ എല്ലാവരും പേപ്പറും പേന എടുക്കുക. അതിൽ വലിയൊരു അക്ഷരത്തിൽ ഇന്ന് മുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്യാം ഫെയിലിയർ മാനേജ്മെന്റ് ആണ്. ബിക്കോസ് ഫ്യൂച്ചർ ഈസ് ഫോർ റിസർച്ച് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്. സോഷ്യൽ വർക്കറാണ് ആവേണ്ടത്. അപ്പൊ ഞാൻ എങ്ങനെയാണ് സോഷ്യൽ വർക്കർ ആവാം എന്നുള്ളത് അറിയണം. ഒരാളുടെ ഹെൽപ്പ് വേണ്ട, പക്ഷെ അത് ഇന്ന് നിങ്ങൾ തീരുമാനിക്കണം. ആ വാപ്പ പറയാൻ വേണ്ടി കാത്തിരിക്കരുത്, ഉമ്മ പറയാൻ വേണ്ടി കാത്തിരിക്കരുത്. ഞാൻ ഫോൺ എടുക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ഞാൻ എന്തിനാണ് ഫോൺ എടുക്കുന്നത്? എൻ്റെ ലൈഫ് കൊളാക്കാനാണോ, അതോ ഉപ്പാനോട് ഉമ്മാനോടുള്ള വാശി നിൽക്കാനാണോ, എന്തിനാണ്? കാരണം ഈ ഒരു ഏജിൽ നമുക്ക് വാശി ഒരുപാട്, നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരുന്ന സമയമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. ആളുകളോടൊക്കെ നമുക്ക് ഒരു തരം പുണ്യം അയക്കും. ആകെ നമുക്ക് വലിയ ആളുണ്ടാവുക നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ? നമ്മുടെ ഫ്രണ്ട്സ് മാത്രമായിരിക്കും നമ്മളെ ഏറ്റവും വലിയ ആൾ. ഫ്രണ്ട്സ് പറയുന്നതായിരിക്കും ഏറ്റവും വലിയ സംഗതി. നമ്മളെ കാലാകാലം സ്നേഹിച്ച വാക്കും പറയുന്നത് എന്ന് പറയും.
ചെയ്യരുത്. അവിടെ ഇന്ന് തന്നെ നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കണം, നല്ല അടിപൊളി ജീവിതമാണ്, അടിപൊളി ലൈഫാണ്. ാണോ അത് ശരിയാണോ? എത്ര ശതമാനം ശരിയുണ്ട് ആ പറഞ്ഞ വാക്കിൽ? 1% ഉണ്ടോ? 90% ഇല്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ എന്താണ്? ഇവര് പറഞ്ഞ പോലെ നൈറ്റ് ലൈഫ് ഇല്ലാണ്ടാക്കലും പിന്നെ എന്താണ് മൊബൈൽ കൊടുക്കാതിരിക്കലൊക്കെയാണ് സൊല്യൂഷൻ കാണിച്ചു കൊടുക്കണം. വേറൊന്നുമില്ല, സൊല്യൂഷൻ കൊടുക്കുക. വാപ്പ അങ്ങനെ പറയുമ്പോൾ വാപ്പനോട് പറയാം അതല്ല, ഇങ്ങനെയാണ് യൂട്ടിലൈസേഷൻ കാണിച്ചു, ഇങ്ങനെയാണ് സ്കില്ലപ്പ് ചെയ്യുക. എൻ്റെ സോഷ്യൽ മീഡിയകൾ നോക്ക് എന്ത് അടിപൊളിയാണ്. ഈ രീതിയിൽ നമ്മൾ പോസിറ്റീവ് പറയല്ല വേണ്ട കാണിച്ചു. ഞാൻ നിങ്ങളുടെ ഒക്കെ ആയിരിക്കും ഒരു ന്യൂജനും അങ്ങനെ ഡ്രഗ്സിന് അടിക്കുന്നു. പക്ഷെ നിങ്ങളെ മുടിയൊക്കെ ഉണ്ടല്ലോ, ആ മുടി ബാക്കിലൊക്കെ ഇട്ടിട്ട് വരുന്നത് അതെനിക്ക് ഇഷ്ടമാണ്. അതാ എനിക്കിഷ്ടം, ഭയങ്കര ഇഷ്ടമായി മുടി. ഇങ്ങനെയൊക്കെ മുടി കെട്ടിയിട്ടുണ്ടല്ലോ. ഞാൻ എൻ്റെ മോനോട് പറയാം മുടി കട്ട് ചെയ്ത് മുടി പുറത്തിങ്ങനെ കെട്ടിയിട്ട് ഇത് നമ്മളൊന്നിൽ ആൻസർ ചെയ്ത് അടിപൊളിയായിരിക്കില്ല. എന്താ മുടി കെട്ടുന്നത് എന്താ പ്രശ്നം? ടീച്ചേഴ്സൊക്കെ പറയും മുടി കട്ട് ചെയ്യണം അല്ലേ? ഞാൻ എനിക്കറിയുന്ന ടീച്ചേഴ്സിനോട് പോലെ പറയുന്നത് നിങ്ങൾ അവരെ ക്രിയേറ്റീവ് ഉണ്ടാക്കണം. മുടി വളർത്തി തന്നെ വേണം, കെട്ടണമെന്ന് കെട്ടണം, കടുക്കനിടണമെന്ന് കടുക്കനിടണം, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അത് ഊരണ്ടാവുന്ന ഊരിയാൽ മതി, അടികൂടാണ്ടിരിക്കുകയാണ്. നമ്മളെ വാപ്പ പറയാണ് മോനെ ഇത് അപ്പുറത്തെ ആള് ഇഷ്ടമാണ്, ആയിക്കോട്ടെ അപ്പൊ ഞാൻ ഊരിക്കോളെ. പക്ഷെ ഇതേ ഫ്ലെക്സിബിലിറ്റോടെ അപ്പൊ നല്ല രസമായിരിക്കും. പിന്നെ അവർക്ക് നമ്മൾ വിടാൻ പറ്റില്ല. നമ്മളെന്താവണം എപ്പോഴും മെച്ചുവേർഡ് ആയി ഒന്നിനും ഇമോഷണലായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പാടില്ല. ക്ലിയർ? ഫൈൻ. ഇനി ഫസ്റ്റ് നമ്മൾ ടച്ച് ചെയ്തേക്കാം. എഡ്യൂക്കേഷൻ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ബേസ്ഡ് പ്രൊജക്ട് കരിയർ. ഈ കരിയറിലേക്ക് പോവാണ്. ക്രിയേറ്റിവിറ്റിയും ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ആളുകൾക്ക്, റിസർച്ച് സ്കില്ലുള്ള ആളുകൾക്ക്, ഓൺട്രപ്രണർഷിപ്പ് സ്കില്ലുള്ള ആളുകൾക്ക് അടിപൊളിയാവാത്ത കരിയറാണ്. കുട്ടികൾ ചെയ്യാൻ ഈ വെസ്റ്റേൺസ് ഒക്കെ ചെയ്യുന്നില്ല, കുറച്ച് പണിയെടുക്കുക പിന്നെ കാണാം. ഇതാണ് ഇതിൻ്റെ കാരണം. അപ്പം അത് വിടരുത്, നിങ്ങൾക്ക് സ്കില്ലുണ്ടാവും. ഇതാണ് കരിയർ ടേബിൾ പറഞ്ഞത്. ടെക്നോളജി ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കും, അവിടെ പറയാം അപ്ഡേറ്റ് ആൻഡ് അഡ്വാൻസ് ഇതായിരിക്കും. അപ്പോൾ ടെക്നോളജി ലേറ്റസ്റ്റ് ഏതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, മെഷീൻ ലാംഗ്വേജിലൊക്കെ ചെയ്തു, മെഷീൻ ലേണിംഗിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. റോബോട്ടിക്സ് എന്താണ്, സ്പേസ് എക്സ് എന്താണ്, ന്യൂറോണിക് എന്താണ്, ന്യൂറാണിക് എന്താണ്, ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ നമ്മുടെ സ്ക്രീൻ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അതിൽ ജെമിനി ഉണ്ടാവുമല്ലോ, ചാറ്റ് ഉണ്ടാവുമല്ലോ. കിടക്കുന്നതിന് മുന്നേ അന്നത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി അപ്ഡേറ്റ് ചാറ്റ് ചോദിക്കാം, ജെമിനിയോട് ചോദിക്കാം. ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ നേരത്തെ നോക്കി തലയിലാക്കി അത് അടച്ചു കൊടുക്കുക. പിന്നെ അത് തുടരുത് 1 hour ഫുൾ അച്ഛനും അമ്മയും എല്ലാം കൂടെ അടിച്ചു കൊടുക്കുക. ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ എണീറ്റ കൂട്ടുന്നത് മൊബൈൽ ടച്ച് ചെയ്യുകയും ചെയ്യും. സ്ക്രീൻ ടൈം മാനേജ്. ഓക്കെ, അതാണ് ടെക്നോളജി. ഇത് നമ്മൾ പറഞ്ഞത് സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയ ആണ് നിങ്ങളുടെ, അവിടെയാണ് നിങ്ങളുടെ സ്കില്ല് കാണുന്നത്. വെറുതെ ഇൻസ്റ്റയിലും യൂട്യൂബിലും റീൽസും ഷോർട്സും കണ്ട് ടൈം കളയരുത്. ഏത് സമയത്തും എന്തവസ്ഥയിലും നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് കോരിയെടുക്കാൻ നമ്മുടെ അച്ഛനും അമ്മയും മാത്രമേ ഇടയ്ക്ക് എവിടെയെങ്കിലും നിങ്ങൾ ഫാമിലിയിൽ എവിടെയെങ്കിലും ചാറ്റ് കൊടുക്കുക. ഓരോരുത്തരെ വായിച്ച ബുക്കിനെ പറ്റി നിങ്ങൾ വൈകുന്നേരമോ അല്ലെങ്കിൽ വീക്കെൻഡിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒരു ദിവസം എല്ലാവരും കൂടെ പോകും. എന്നിട്ട് അവിടെയും ഈ പറഞ്ഞ പോലെ സ്കില്ലപ്പ് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുക. കളികളൊക്കെ സ്കില്ലപ്പ് ഉണ്ടാവും. ഏറ്റവും വലിയ സ്കില്ലപ്പ് എന്റെ ലൈഫിനെ പറ്റിയിട്ട് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരുത്തണം പിന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഞാൻ എനിക്ക് എപ്പോഴും കാണുന്നൊരു പ്രശ്നം, ഏതെങ്കിലും സെഷനൊക്കെ അറ്റൻഡ് ചെയ്യും, എന്നിട്ട് അവിടെ വലിയ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ മിസ്സാക്കും. എന്നിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് ചെയ്യായിരുന്നു, അവിടെ അങ്ങനെ ചെയ്യായിരുന്നൊക്കെ അതിനെ ആലോചിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ഒരു സെഷനിലൂടെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിന് മുന്നിട്ട് ഇറങ്ങണം, അല്ലെങ്കിൽ ചാൻസസ് ഓപ്പർച്യൂണിറ്റീസ് മിസ്സാക്കരുത് എന്നുള്ള മെസ്സേജ് കിട്ടി. പിന്നെ സ്ക്രീൻ ടൈം മാനേജ് ചെയ്യാൻ പ്രത്യേകിച്ച് വെക്കേഷനാണ്, അതൊന്നും ചെയ്യാനില്ല. അപ്പൊ കൂടുതൽ എന്താണ് സ്ക്രീൻ ടൈമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാതൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ ഇന്ന് വീട്ടിൽ പോയിട്ട് അതൊക്കെ ഒന്ന് മാറ്റണം എന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ടായി. അപ്പോൾ നല്ലൊരു സെഷനായിരുന്നു. എന്തായാലും കണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. കുറെ ഇൻഫോർമേഷൻ പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് സ്ക്രീൻ ടൈം നല്ലോണം
എടുക്കുന്നു. ബാക്കി ഇൻഫോർമേഷൻ നമുക്ക് കിട്ടാൻ മോട്ടിവേഷൻ കിട്ടുന്നു. സോഷ്യൽ മീഡിയയുടെ നല്ല വശങ്ങളോ ചീത്ത വശങ്ങളോ മനസ്സിലായി പ്രാക്ടീസ് ചെയ്യും.